മദ്രസയിൽ എക്സാം തുടങ്ങിയതിന് ശേഷം ഉറക്കം കുറച്ച് കുറവാണ്. വേറൊന്നുമല്ല, 6:30-ക്ക് മുന്നേ എണീക്കണം. നമസ്കരിക്കാൻ എണീക്കുന്ന ടൈമിന് ഞാൻ പിന്നും കുറച്ച് നേരം കൂടെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നല്ലതുപോലെ അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ ഇപ്പോൾ പരീക്ഷ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കും. ഒരു 6 മണിയാകുമ്പോഴാണ് ഞാൻ പാത്തുവിനെ വിളിച്ചുണർത്തി അവളെ പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോഴും കഴിക്കാനൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആള് അപ്പോഴും കട്ടൻ ചായ കുടിക്കത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ കൊച്ചിനെയൊക്കെ കൊണ്ടാക്കി വീട്ടിൽ വന്ന് അപ്പോൾ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല മഞ്ഞാണ്. നമുക്ക് എന്താ തോട്ടമൊന്നും കാണാൻ പോലും പറ്റത്തില്ല, ആ വിധത്തിൽ മഞ്ഞാണ്. അപ്പോൾ എന്തായാലും ഞാൻ ദേ വീട്ടിൽ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ റംബൂട്ടാൻ പറിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചെന്നതാണ്. ഇടയ്ക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു, നല്ല പഴുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ കുരങ്ങിൻ്റെ ശല്യം കാരണം അവർ ബാക്കി നിൽക്കുന്നതെല്ലാം അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. അച്ചാറിടാനെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിലൊന്ന് രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അധികമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ പാകം, നല്ല പുളിയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് കുറച്ച് തുണി ഉണ്ടായിരുന്നു. വാപ്പുമ്മ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിൽ വാപ്പുമ്മ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മാസത്തേക്ക് വാപ്പുമ്മ ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ കഴുകി എനിക്ക് നല്ലൊരു പണിയൊക്കെ കിട്ടി. അശ അങ്ങ് പൊട്ടി. അശ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അയെന്ന് പറയുന്നതിനാണ് അശ എന്ന് പറയുന്നത് കേട്ടോ. അതങ്ങ് പൊട്ടി വീണ് പിന്നെ ഒന്നുകൂടെ എടുത്ത് കഴുകേണ്ടി വന്നു. അതൊക്കെ ഒന്ന് കഴുകി വിരിച്ചു. പാത്തുവിന് പനിയൊക്കെ ആയതുകൊണ്ട്, പനിയല്ല തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് പിന്നെ സ്കൂളിലൊന്നും ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. നല്ലതുപോലെ കുറഞ്ഞിട്ടേ വിടുന്നുള്ളൂ. അങ്ങനെ അകത്ത് വന്ന് ഉച്ചക്കലത്തെ കറികളും കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ.